ഹായ്, ഹലോ, നമസ്കാരം. അനിരുദ്ധാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു എപ്പിസോഡ്, വീക്കെൻഡ് എപ്പിസോഡിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് വളരെ സന്തോഷമുള്ള അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് അല്ലെങ്കിൽ എപ്പിസോഡാണ് കേട്ടോ കാണിച്ചത്. അതായത് ലാലേട്ടൻ വന്ന് പൊതുവെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നിട്ടുള്ള വേറെ ചില പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയുള്ള ക്വസ്റ്റ്യനിങ് ആയിരുന്നു ആദ്യം നടന്നത്. നവീൻ കട്ടെടുത്ത് കഴിക്കുന്നതിനെ കുറിച്ചിട്ട് വളരെ രൂക്ഷമായിട്ട് ലാലേട്ടൻ വിമർശിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെയൊന്നും ചെയ്യരുത്, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണിഷ്മെന്റ് കിട്ടുമെന്ന് നവീന് വാർണിംഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു കാര്യമാണ്. നവീൻ വളരെ രസകരമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും അത് അവിടെ വീട്ടിൽ മറ്റുള്ളവരുടെ ഭക്ഷണം അല്ലെങ്കിൽ അവര് ഓരോ ദിവസവും കടന്നു പോകാനായിട്ട് ഓരോരോ പച്ചക്കറികളും അല്ലെങ്കിൽ തക്കാളി, പൊട്ടാറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാതെ വിഷമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിനൊരു കാരണം ഇങ്ങനെ ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്നതാണെന്ന്. അപ്പം അതിന് തക്ക കറക്ഷനായിട്ട് ലാലേട്ടൻ വാൺ ചെയ്യുന്നുണ്ട്. പിന്നെ അനീഷിന്റെ പ്രശ്നമാണ് കൂടുതലായിട്ട് വേറെ ചർച്ച ചെയ്തത്. അനീഷ് കിച്ചണിൽ ഫുഡ് വേസ്റ്റ് ചെയ്യാനായിട്ട്, ചോറ് കളയാനായിട്ട് പറഞ്ഞതിനെ കുറിച്ച് ഉണ്ടായിട്ടുള്ള വീട്ടിലെ വലിയ വഴക്കിനെ കുറിച്ചൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അനീഷിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. അനീഷിനെ കുറച്ച് ചിന്തിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അനീഷ് എങ്ങനെ കളിക്കണം എന്ന് തീരുമാനിക്കുന്ന അനീഷ് മാത്രമാണ്. എനിക്ക് തോന്നുന്നു അനീഷ് നല്ലൊരു വിഷൻ ഉണ്ട്. അനീഷ് നല്ലൊരു ഗെയിമർ ആയതുകൊണ്ട് തന്നെ, ഗെയിമൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അനീഷിന് അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ലൊരു ഗെയിമർ ആയതുകൊണ്ട് അനീഷ് ഇനിയും അടുത്തുള്ള ആഴ്ചകളിൽ എങ്ങനെ കളിക്കുമെന്ന് നമുക്ക് കാണാം. പിന്നെ അപ്പാനീന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പാനിയുടെ ദേഷ്യം കുറച്ച് കുറയ്ക്കണം, അങ്ങനെ ഒച്ചപ്പാടെടുത്ത് അലറി വിളിച്ച് അനീഷിന്റെ ചെവിയൊക്കെ പൊട്ടുന്ന രീതിയിലുള്ള എന്താ പറയാ ദേഷ്യം, ശൗര്യം ഇത്തിരി കുറയ്ക്കണം എന്നൊക്കെ ലാലേട്ടൻ ഉപദേശിക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു കേട്ടോ. ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വട്ടത്തിന് ഉള്ളിൽ അത് കഴിഞ്ഞിട്ട് വലിയൊരു വട്ടം വരച്ച് അതിലൊരു സൈക്കിൾ ട്രാക്ക് ഉണ്ടായിരുന്നു. ആ ട്രാക്കിൽ നിന്നും പുറത്തു പോകുന്നവര് ഔട്ടാവും. ഫൈനലി 2 ഘട്ടമായിട്ടാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ ഒരാൾ ഔട്ടാവും. രണ്ടാമത്തെ ഘട്ടത്തിൽ ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണോ ട്രാക്കിൽ നിന്ന് പുറത്തു പോകാതിരിക്കുന്നത് അവര് ക്യാപ്റ്റനാണ്, അടുത്ത വീക്കിലെ ക്യാപ്റ്റനാണ്. അങ്ങനെ സ്വാഭാവികമായിട്ടും ആര്യനും ജിസയിലും അബിയാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആര്യനാണ് അതിൽ ഇച്ചിരി പൊട്ടൻഷ്യൽ കൂടുതലെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആര്യനാണ് ക്യാപ്റ്റൻസി ടാസ്ക് ജയിച്ച് അടുത്ത വീക്കിലെ ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആര്യനാണ് കേട്ടോ. നല്ലൊരു ക്യാപ്റ്റൻ ആവട്ടെ. ചെറിയൊരു പയ്യനാണ് ആ വീട്ടില്. അങ്ങനെ എന്താ പറയാ, ഉള്ളതിൽ വെച്ചിട്ട് ഇത്തിരി കമ്പാരിറ്റീവ്ലി ചെറിയ പയ്യനാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻസിയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എവിക്ഷനെ കുറിച്ചിട്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ആദ്യം ബിൻസി എവിക്റ്റ് ആയതിനെ തുടർന്ന് ഇന്നും ഒരു എവിക്ഷൻ ഉണ്ടാകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരാളെ മാത്രമേ പുറത്താക്കിയിട്ടുള്ളൂ, ബിൻസി മാത്രമേ പുറത്തായിട്ടുള്ളൂ. വേറെ ആരും, എല്ലാവരെയും ഒരു മുൾമുനയിൽ നിർത്തിയിട്ട് ശൈത്യനെയൊക്കെ ലാസ്റ്റ് വരെ ഈ ദിവസം ശൈത്യ പോകുമെന്നാണ് കേട്ടോ, എവിക്റ്റായി പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവസാന നിമിഷത്തിൽ ലാലേട്ടൻ നോ എവിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് കാണിച്ചത്. അതുകൊണ്ട് തന്നെ ശൈത്യക്ക് ഒരാഴ്ച കൂടി നീട്ടി കിട്ടിയിരിക്കുകയാണ്. ശൈത്യ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ശൈത്യക്ക് മുന്നോട്ട് പോകാം. പക്ഷെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല എന്താ ശൈത്യയുടെ ഗെയിം ചേഞ്ച് ആവുക എന്നുള്ളത്. പക്ഷെ എപ്പിസോഡ് അങ്ങനെ ശൈത്യ ആ എവിക്ഷന് രക്ഷപ്പെട്ടിട്ട് അല്ലെങ്കിൽ എവിക്റ്റ് ആവാതിരുന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള കുറച്ച് കോൺവെർസേഷൻ ഉണ്ട് കേട്ടോ. അതായത് കലാഭവൻ സരിക ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ ശൈത്യയുടെ നിലപാട് കണ്ടപ്പോഴത്തേനും അത് ശൈത്യയുടെ കുഴി വെട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനിമോൾക്ക് പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആണ് എന്നുള്ളൊരു ചിന്ത ശൈത്യക്ക് വന്നിട്ടുണ്ട്. ശൈത്യക്ക് മാത്രമല്ല, പൊതുവെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ചെറിയൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. അത് അനിമോൾക്ക് പുറത്ത് ഭയങ്കര നെഗറ്റീവ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനിമോളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ രക്ഷയില്ല എന്നൊരു തോന്നൽ ശൈത്യക്കും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കലാഭവൻ സരിക്കായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ വെറുതെ അവിടെ പോയി നിന്നിട്ടേ ഉള്ളൂ. അനുമോള് ഇതൊക്കെ പറയുന്ന സമയത്ത് ആ ഫ്രെയിമിൽ ഞാൻ പെട്ടുവെന്നേ ഉള്ളൂ, അല്ലാതെ ഞാനൊന്നും അവൾക്ക് അനുകൂലമായിട്ട് നിന്നിട്ടില്ല, അവളെ ഉപദേശിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യ ഒരു കരണം മറച്ചിൽ മറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് പക്ഷെ എനിക്ക് ഒരു ഇരട്ടത്താപ്പായിട്ട് തോന്നി. കാരണം നമ്മൾ കാണുന്നവർക്ക്
അനുമോളുടെ ഗെയിമിന് അത് ഗുണം ചെയ്യൂട്ടെ. കാരണം എന്താണെന്ന് പറഞ്ഞാല് അനുമോള് നിൽക്കുന്നത് ഇച്ചിരി ജെന്യുവൻ ആയിട്ടാണ് നിൽക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം മറ്റുള്ളവരെ പോലെ ഫേക്ക് കളിച്ച് നിൽക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അനീഷിന്റെ കാര്യത്തിലൊക്കെ എടുത്ത നിലപാടുകളും അനീഷിനെ സപ്പോർട്ട് ചെയ്തതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വ്യക്തി എന്ന നിലയിൽ അനുമോള് അല്ലെങ്കിൽ അനുമോള് ഇതിനു മുൻപ് ഉണ്ടായിരുന്ന ഷോയിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ അനുമോള് വളരെ ജെന്യുവൻ ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അനുമോള് അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അനുമോൾക്ക് എത്ര തന്നെ നെഗറ്റീവ് വന്നാലും അത് അവരുടെ ഒറിജിനൽ ക്യാരക്ടറിൽ വന്നിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണെന്നുള്ളത് കൊണ്ട് ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അനുമോൾക്കുള്ള ഒരു സപ്പോർട്ട് കൂടാനാണ് ചാൻസ്. കാരണം ശൈത്യ ഇങ്ങനെ കരണം മറിഞ്ഞു കഴിയുമ്പോഴത്തേനും അതിന്റെ ഒരു സിമ്പതൈസേഷൻ അനുമോൾക്ക് അനുകൂലമായിട്ട് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് കുറച്ചുകൂടി ഒരു ഹൈപ്പ് കൂടാനാണ് ചാൻസ്. പക്ഷെ ശൈത്യയുടെ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന ഒരു സാധനം തുറന്നു കാട്ടപ്പെടുകയാണ്. ശൈത്യ നല്ല രീതിയിൽ ഇനിയും അനുമോളുടെ ഒരു ഫ്രണ്ടായിട്ട് കുറച്ചുകൂടി ഫുൾ ടൈം അവളുടെ കൂടെ ഇരിക്കണം എന്നല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെയൊക്കെ ഇടപഴകുന്നതിനോടൊപ്പം തന്നെ ഈ നിലപാട് ഇതുവരെ ഉണ്ടായിരുന്ന നിലപാടിൽ നിന്ന് മാറാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ശൈത്യക്ക് കുറച്ചുകൂടി മെച്ചം ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അനുമോൾക്ക് ഒരു നെഗറ്റീവ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് കാരണം അറിയുമ്പോൾ ഇത് കാണുന്നവർക്കൊക്കെ എങ്ങനെ ഫീൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ശൈത്യക്ക് അത് ഗുണം ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ. എനിക്കറിയത്തില്ല, എൻ്റെ അഭിപ്രായമാണ്. ഇനി എങ്ങനെയാ വരിക പോവുകയെന്നൊന്നും അറിയില്ലല്ലോ. ഓരോ ആഴ്ചയും ഗെയിം മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ച വളരെ എന്താ പറയുക ടഫായിട്ടുള്ള ഗെയിമാണ്, അല്ലെങ്കിൽ ഇതുവരെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത തരത്തിൽ ടഫായിട്ടുള്ള ഗെയിമാണ് വരാൻ പോകുന്നതെന്നൊക്കെ ലാലേട്ടൻ സൂചന നൽകിയിട്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച എന്തൊക്കെയാണ് നടക്കാൻ പോണേ എന്നൊന്നും അറിയത്തില്ല. നല്ല രീതിയിൽ എല്ലാവരും കളിക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നവർക്കും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അല്ല, ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിന് ഒരു പ്രത്യേക ഒരു ഓഡിയൻസ് തന്നെ ഉണ്ട്. അപ്പം കാണുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ ചലഞ്ചിങ് ആവണം, വഴക്കുകൾ ഉണ്ടാവണം, അതിന് നല്ല നിലപാടുകളും മോശം നിലപാടുകളും ഉണ്ടാവണം. അതിൽ നിന്ന് നമ്മൾ നല്ലത് ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. അങ്ങനെയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോയെങ്കിൽ കാണാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പം ശൈത്യനെ സംബന്ധിച്ചിട്ട് ഇത് ഇരട്ടത്താപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ എപ്പിസോഡിൽ തന്നെ അവസാനമായിട്ട് അക്ബറും നമ്മുടെ അപ്പാനി ശരത്തും കൂടി എന്നൊരു സംസാരിക്കുന്ന ഒരു വിഷ്വൽ കാണിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അവരുടേതാണ് ഇപ്പോഴും അവര് ഭയങ്കര വലിയ എന്താ പറയാ രാജാക്കന്മാരാണ് എന്നുള്ള ധാരണയിലാണ് അവരിത് സംസാരിക്കുന്നത്. ഷാനവാസിനെയും ഒനീലിനെയും ബാക്കിയുള്ളവരെയൊക്കെ അവരെല്ലാവരും ഒരു ഗ്രൂപ്പാണ്. എന്താ പറയാ, ഇപ്പൊ നമ്മൾ മാത്രമാണ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളാണ് ഇപ്പൊ സെപ്പറേറ്റ് ആയി നിൽക്കുന്നത് എന്നൊക്കെയുള്ള ഒരു അവരുടേതായിട്ടുള്ള ഒരു ഇത് പറയുന്നുണ്ട് അവര്. പക്ഷെ നമ്മൾ കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നത് അപ്പാനിയും അക്ബറും മാത്രമാണ് അവിടെ ഗ്രൂപ്പായിട്ട് നിന്നിട്ട് മറ്റുള്ളവരെ കൂട്ടി വലിച്ച് ഒരു ഗ്രൂപ്പ് കളിക്കുന്നത് ഇവർ രണ്ടുപേരുമാണ്. ബാക്കിയുള്ളവരൊക്കെ ഒരു ഇൻഡിവിജ്വൽ പ്ലേ ആണ് കൂടുതലായിട്ട് നടക്കുന്നത്. കഴിഞ്ഞ വീക്കില് അവസാനത്തെ 2-3 ദിവസം തന്നെ രണ്ട് ഗ്രൂപ്പായിട്ട് ആ വീട് വിഭജിക്കാൻ കാരണം തന്നെ ഇവര് രണ്ടുപേരുമാണ്, അപ്പാനിയും അക്ബറുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് അവർക്ക് നെഗറ്റീവായിട്ട് ഇപ്പം ഒരു വീഡിയോസിന്റെ കമന്റ്സ് ഒക്കെ എടുത്ത് ഹോട്ട്സ്റ്റാറിൽ വരുന്ന കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ കൂടുതൽ ഇവർക്ക് നെഗറ്റീവായിട്ടുള്ള കമന്റുകളാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് മനസ്സിലാക്കി ഇനി മാറി കളിക്കുകയാണെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാന്നല്ലാതെ ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ 2-3 ആഴ്ചക്കുള്ളിൽ ഈ അക്ബറും അപ്പാനിയൊക്കെ ഔട്ടായി പോകാനാണ് ചാൻസ് എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് കേട്ടോ. ചിലപ്പോ ഇവരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇവർക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, അവർ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ മുന്നോട്ട് പോകും. എങ്കിലും പൊതുവെ കാണുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും കൂടുതലായിട്ട് നെഗറ്റീവ്. ഇപ്പൊ നമ്മൾ പരിചയമുള്ളവർ അല്ലെങ്കിൽ നമ്മളുമായിട്ട് സംസാരിക്കുന്നവരോ ആയിട്ട് നമ്മൾ ഒരു കോൺവെർസേഷൻ നടത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ബിഗ് ബോസ് കാണുന്ന ആൾക്കാരുമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് ആർക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല ഇവരുടെ ഗെയിം. എല്ലാവരും ഇറിറ്റേറ്റീവ് ആണ്. അപ്പാനി എന്താണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അക്ബർ എന്തൊക്കെയാണ് കാണിക്കുന്നത്, വളരെ മോശം പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള അഭിപ്രായങ്ങളാണ് കേട്ടോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇവരിങ്ങനെ പോവുകയാണെങ്കിൽ അക്ബറും അപ്പാനിയും ഒന്നും എങ്ങും എത്തത്തില്ല. ഇവരുടെ ഗെയിമിന് ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ എന്തായാലും വൈൽഡ് കാർഡ് വരണം. വൈൽഡ് കാർഡ് വന്നിട്ട് പുറത്ത് നടക്കുന്ന എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഇനി അവരുടെ ഗെയിമിൽ ഒരു ചേഞ്ച് ഉണ്ടാവുക. അല്ലെങ്കിൽ അവരിങ്ങനെ ഞാനാണ് രാജാവ് എന്നുള്ള രീതിയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി അപ്പാനി കുറെ അക്ബറിനെ പുകഴ്ത്തും, അക്ബർ കുറെ അപ്പാനിനെ പുകഴ്ത്തും. അങ്ങനെ അവർ കൊണ്ടും കൊടുത്താ പോകുന്നത്. അതായത് ഏതെങ്കിലും നല്ല ടാസ്ക് ആണ്, നല്ല ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള ടാസ്ക് ആണെങ്കിൽ അപ്പാനി അക്ബറിനും അക്ബർ അപ്പാനിക്കും കൊടുത്താൽ അതങ്ങ് എന്താ പറയുക കൊടുക്കൽ വാങ്ങൽ ഒരു ഗെയിമായിട്ട് മാറ്റിയിട്ടുണ്ട് അവര്.
പക്ഷെ അതെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആരാണെങ്കിലും എതിർത്ത് നിന്ന് അല്ലെങ്കിൽ ഒപ്പോണന്റ് നിന്ന് മത്സരിച്ചാൽ മാത്രമേ ആ ഗെയിമിന് ഒരു ത്രിൽ ഉണ്ടാവുള്ളൂ, അവർക്കും ഒരു മെച്ചം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു ഗ്രൂപ്പ് കളിച്ച് കഴിഞ്ഞാൽ ആ ഗെയിമിനൊരു ഇതുണ്ടാവില്ല, കാണുന്നവർക്കും രസം ഉണ്ടാകത്തില്ല, അവരുടെ ഗ്രാഫിലും ഒരു മെച്ചം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ അപ്പാനിയും അക്ബറൊക്കെ കുറച്ചുകൂടി ഗെയിം മെച്ചപ്പെടുത്താനുണ്ട്. അനീഷ്, എനിക്ക് തോന്നുന്നു അനീഷ് ഇങ്ങനെ തന്നെ പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഹോട്ട്സ്റ്റാർ തുറക്കുമ്പോൾ എൻ്റെ പേഴ്സണൽ ആയിട്ടൊരു ഒപ്പീനിയൻ പറയാട്ടോ, അത് വേറെ ഒന്നല്ല. ഹോട്ട്സ്റ്റാർ തുറക്കുമ്പോൾ അനീഷ് ഇല്ലാത്ത ഫ്രെയിം ഇപ്പോൾ നമുക്ക് ഇച്ചിരി ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അനീഷ് എന്തെങ്കിലും കച്ചറ കാണിക്കുന്നതോ അല്ലെങ്കിൽ അനീഷിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളോ ഇല്ലാതെ കുറെ നേരം ഹോട്ട്സ്റ്റാർ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഹോട്ട്സ്റ്റാറിനകത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ നേരം അനീഷ് മിസ്സായി കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു എന്താ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനീഷ് ഈ രീതിയിൽ തന്നെ ഗെയിം കളിച്ച് പോകുന്നതായിരിക്കും കുറച്ച് ബാക്കിയുള്ളവരൊക്കെ ഇറിറ്റേറ്റീവ് ആവണം. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് അല്ലാത്ത തരത്തിൽ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടാണ് അനീഷ് ഇതുവരെ മുന്നോട്ട് പോയി കണ്ടിട്ടുള്ളത് കേട്ടോ. മറ്റുള്ള ടോക്സിക് രാജാക്കന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ അനീഷ് മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സൈലന്റ് ആയി പോയാൽ, നല്ല കുട്ടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗെയിം ബോറായി പോകും. അതുകൊണ്ട് അനീഷ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അനീഷ് ഗെയിം ചേഞ്ച് ചെയ്യുമെന്ന് എനിക്കറിഞ്ഞൂടാ. അതുപോലെ അനുമോൾ ആയിക്കോട്ടെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കരയാതെ ഈ അപ്പാനിക്കും അക്ബറിനൊക്കെ എതിരെ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് കളിച്ചു കഴിഞ്ഞാൽ അനുമോൾക്കും ഫൈനാലെ വരെ ടോപ്പ് 5 എത്താനായിട്ട് കപ്പാസിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അനുമോളും അങ്ങനെ കളിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ രേണു സുധി, ഷാരിക, കലാഭവൻ, സരിക അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഒരു എന്താ പറയാ, ഇവര് ഒരു ക്യാപ്റ്റൻസി ടാസ്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആണുങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. ഫീമെയിൽ കണ്ടസ്റ്റൻസ് എല്ലാം ജിസയിൽ ഒഴികെ വേറെ ഒരാളും മറ്റൊരാളുടെ പേര് പറയുന്നില്ല. എല്ലാവരും ആര്യൻ അല്ലെങ്കിൽ അബി അല്ലെങ്കിൽ അപ്പാനി, അക്ബർ, ഇങ്ങനെ ആ ഒരു ലെവലില് ഗെയിം കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. കാരണം ഗേൾസിന്റെ ഇടയില് അല്ലെങ്കിൽ ഫീമെയിൽ കണ്ടസ്റ്റൻസിന്റെ ഇടയിലും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരും ക്യാപ്റ്റൻസിയിലോട്ടൊക്കെ വരണമല്ലോ. അപ്പൊ അതിന് ഇവര് തന്നെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ബാക്കി ഇവരിൽ നിന്ന് ഒരാളെയും തിരഞ്ഞെടുക്കാതെ മൊത്തം അപ്പാനിക്കോ അല്ലെങ്കിൽ ആര്യനോ അബിക്കോ വോട്ട് ചെയ്തിട്ട് ഓരോ ക്യാപ്റ്റൻ ആക്കുന്നതല്ലല്ലോ ടാസ്ക്. ഇവർക്കിടയിൽ നിന്നൊരു ക്യാപ്റ്റൻസിയിലോട്ട് ഇപ്പൊ ജിസയിൽ വന്നായിരുന്നു, കഴിഞ്ഞ ഇതില് ബിന്നിയും വന്നായിരുന്നു. അതുപോലെ തന്നെ വേറെയും ആൾക്കാരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാലാണ് അവരുടെയൊക്കെ ഗെയിമൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. അത് അവർ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയായാലും നല്ല രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഗെയിമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയും നല്ല രീതിയിൽ പോകട്ടെ. നാളത്തെ ഒരു എപ്പിസോഡിൽ നാളത്തെ പ്രോമോ ഒക്കെ വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ റന ഫാത്തിമ അനുക്കുട്ടീനെ ഭയങ്കരമായിട്ട് അനുമോളിനെ ഭയങ്കരമായിട്ട് ചൊറിയുന്നുണ്ടൊക്കെയുണ്ട്. എന്താ പറയുക, ചപ്പാത്തിക്കളിയെന്നോ അങ്ങനെ എന്തൊക്കെയോ വിളിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അനുമോള് വീണ്ടും കരയുന്നതൊക്കെയാണ് പ്രോമോയിൽ വരുന്നത്. സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി ടാസ്ക് ഒക്കെ നന്നായിട്ട് കളിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. അപ്പൊ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. സൈനിങ് ഓഫ്.